ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഓണപരീക്ഷയുടെ പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടി. എന്താണ് സിറ്റുവേഷൻ? A+ തന്നെ ഇല്ലേടാ എല്ലാവർക്കും. പല ആളുകൾക്കും ഇവിടെ A+ ഒക്കെ മിസ്സായിട്ടുണ്ട്. അതിൻ്റെ സങ്കടങ്ങളൊക്കെ പല ആളുകളും മെസ്സേജ് ചെയ്തു. അതേ സമയത്ത് ഒരുപാട് പേര് സാറേ 80-ൽ 80 ഉണ്ട്, 80-ൽ 78 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുകയുണ്ടായി. ഒരുപാട് സന്തോഷം മക്കളെ. പക്ഷേ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓണം എക്സാം എഴുതിയത് ഹിസ്റ്ററിയിലെ 3 ചാപ്റ്ററുകളും ജോഗ്രഫിയിലെ 3 ചാപ്റ്ററുകളും വെച്ചിട്ട് 6 ചാപ്റ്ററുകളുടെ എക്സാം എഴുതിയത്. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് അറിയോ? ടോട്ടൽ 12 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഹിസ്റ്ററിയിൽ 6 ചാപ്റ്ററുകളും അതുപോലെ തന്നെ ജോഗ്രഫിയിൽ 6 ചാപ്റ്ററുകളുമായിട്ട് 12 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ മെയിൻ എക്സാമിലേക്ക് എത്തുന്ന സമയത്തോ അത് 16 ചാപ്റ്ററുകളായിട്ട് മാറും. 8 എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ചാപ്റ്ററുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ സ്കൂളിൽ ആർട്സ് വരുന്നു, സ്പോർട്സ് വരുന്നു, കൂടെ തന്നെ സബ് ജില്ല, ജില്ല, ശാസ്ത്രമേളകൾ, ഒരുപാട് പരിപാടികൾ വരുന്നു. ഇതിനിടയിലായിരിക്കും നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞാൽ മക്കളെ ക്രൂഷ്യലാണ്. അടുത്ത വർഷം പുതിയ സിലബസ് 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത്, പുതിയ സിലബസിൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടും. ഇപ്പോൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ഏറ്റവും നല്ല ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടണ്ടേ? നമ്മുടെ സ്കൂളിലൊക്കെയുള്ള സിറ്റുവേഷനാണ് 9ാം ക്ലാസ്സിലെ മാർക്ക് നോക്കിയിട്ടായിരിക്കും 10ാം ക്ലാസ്സിലെ ബാച്ച് തീരുമാനിക്കുന്നില്ലേ. അതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന മക്കൾ ഒരു ക്ലാസ്സിൽ, അതിൽ നിന്ന് എന്ത് ചെയ്യും, പിന്നെ ആവറേജേഴ്സ്, ബിലോ ആവറേജേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല കാറ്റഗറികളായിട്ട് നമ്മുടെ ക്ലാസ്സിഫൈ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കേണ്ട മക്കളെ, അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഡിസംബർ കഴിഞ്ഞിട്ട് പഠിക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത്? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചാപ്റ്റേഴ്സുകളുടെ എണ്ണം പറഞ്ഞത്. മക്കളെ, പഠിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് കിടക്കുന്നുണ്ട്, കുറച്ചൊന്നുമല്ല. നിങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ ബാക്കിലേക്ക് പോകരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും ബാക്കിലേക്കല്ല പോവേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ, പഠിക്കുന്ന ചാപ്റ്ററുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ടുകൾ എഴുതിയിരിക്കണം. നമ്മൾ വായിക്കൂലേ, സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം പറയുന്നതിന് വേണ്ടിയിട്ട് തലേ ദിവസം വായിക്കുമല്ലോ. മാത്രമല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ പഠിക്കുന്ന മക്കളാണ്. ഈ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ എഴുതിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പറയും, സാറേ ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ എഴുതിയിരുന്നു, ഇപ്പം അത് എവിടെയെന്ന് പോലും അറിയില്ല എന്ന്. അങ്ങനെ കളയാനുള്ളതല്ല നിങ്ങളുടെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷോർട്ട് നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് പഠിച്ചേക്കുക. ഒരിക്കലും ബാക്കിലേക്ക് പോകരുത് എന്ന് മാത്രം പറയുന്നു. സോ അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഇടവേളകളിലും തരേണ്ട വിവരങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തന്നിരിക്കും. നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. സോ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കടാ.